so the next topic is human and human body. Basically human body. ഹ്യൂമൻ ബോഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് ഹ്യൂമൻ ബോഡി? നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. സോ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോ മെനി ഓർഗൻസ്. ലൈക്ക് എന്തൊക്കെയാണ് ഓർഗൻസ് ഉള്ളത്? ബ്രെയിൻ ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ലങ്സ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, ആൻഡ് ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള കൈ, കാല്, നമ്മുടെ അങ്ങനെ ഒരുപാട് ഓർഗൻസ് കൂടി ചേർന്നിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ ബോഡിയിലുള്ള ഓർഗൻസ് ആണ് എന്തൊക്കെ? ഹാർട്ട്, ലങ്സ്, ബ്രെയിന്, എക്സെട്ര. ഇങ്ങനെ ഒരുപാട് ഓർഗൻസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുണ്ട്. ഇതിന് ഓരോന്നിനും എന്തുണ്ട്? സെപ്പറേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസും ഉണ്ട്. ആ ഫംഗ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഗൻസ് ഒക്കെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല സൂപ്പർ ഈസി ആയിട്ട് നടക്കുള്ളൂ. ഓരോന്നിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇപ്പം ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്താണ്? ഹാർട്ടാണ് നമ്മളെ ബ്ലഡ് പമ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെ? ബ്ലഡ് പമ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹാർട്ടാണ്. അതേപോലെ തന്നെ ലങ്സ് എന്ത് ചെയ്യുന്ന? ബ്രീത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള ലെഗ് എന്തിനാ? നമ്മളെ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹാൻഡ് ഈറ്റ് ചെയ്യാൻ, നമുക്ക് റൈറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളെ ഓരോ ഓർഗൻസും നമ്മളെ സെപ്പറേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഓർഗൻസ് എല്ലാം കമ്പൈൻ ടുഗദർ അല്ലെങ്കിൽ ദേ പെർഫോം ടുഗദർ. അപ്പോഴാണ് ലൈഫ് എന്ത് ചെയ്യുന്നത്? സ്മൂത്ത് ആയിട്ട് പോകുന്നത്. അപ്പം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എയർ ആൻഡ് വാട്ടർ. എയർ ആൻഡ് വാട്ടർ ഇത് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? നോൺ ലിവിങ് തിങ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന എയറും വാട്ടറും. എന്തിൽ വരുന്നതാണ്? നോൺ ലിവിങ് തിങ്സിൽ വരുന്നതാണ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യം അല്ലെങ്കിൽ ടോപ്പിക്കാണ് ഈ നോൺ ലിവിങ് തിങ്സ്. ഇതിൽ വരുന്നതാണ് ഈ പറയുന്ന എയറും അതുപോലെ തന്നെ വാട്ടറും. എയറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ എയർ എന്താണ്? എയർ കൺസിസ്റ്റ് ഓഫ് മെനി ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, അങ്ങനെ പറയുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഒരുപാട് ഗ്യാസസ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന എയർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഇതുപോലുള്ള ഒരുപാട് ഗ്യാസസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഫോമാണ് എയർ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യം നമ്മുടെ ലൈഫിന് എസെൻഷ്യൽ ആയിട്ട് വെരി എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ബ്രീത്ത് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓക്സിജൻ വേണം. അപ്പം ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ എയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈഫിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് തന്നെയാണ്. അടുത്തത് നമ്മൾ പറയുന്നത് വാട്ടർ. വാട്ടറും അതുപോലെ തന്നെ ഒരു അനദർ ബേസിക് യൂണിറ്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിനൊക്കെ? നമുക്ക് വാട്ടറിനെ കൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട്. എന്തിനൊക്കെ? നമുക്ക് ഡ്രിങ്ക് ചെയ്യാൻ, നമ്മൾ ഒരു ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ വാട്ടർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്തൊക്കെ നമുക്ക് പറയാൻ വെച്ചാൽ നമ്മൾ ഡ്രിങ്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രിങ്കിങ്, കുക്കിംഗ്, ക്ലീനിങ്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഫോട്ടോസിന്തസിസ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫോട്ടോസിന്തസിസ്. അതിന് നമുക്ക് എന്താവശ്യമാണ്? ഈ പറയുന്ന വാട്ടർ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് എന്താണ്? വൈറ്റൽ ഓഫ് ദ ലൈഫ് എന്ന് വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ അല്ലെങ്കിൽ എയർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ലൈഫ് പോകാൻ പറ്റില്ല. നമുക്ക് ശ്വസിക്കാതിരിക്കാൻ പറ്റും. ഞാൻ എന്താ ശ്വസിക്കണില്ല അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഞാൻ 2 ദിവസം വെള്ളം കുടിക്കുന്നില്ല അങ്ങനെ പറഞ്ഞാൽ നിൽക്കാൻ പറ്റൂല. അപ്പം എന്താണ് ഈ പറയുന്ന എയറും അതുപോലെ തന്നെ വാട്ടറും എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള വെരി ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. സോ എയർ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എയറും വാട്ടറും എന്താണ്? വെരി എസെൻഷ്യൽ, വെരി ഇമ്പോർട്ടൻറ്റ്. മെയിൻലി ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഇസ് എയർ ആൻഡ് വാട്ടർ. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് സോളാർ സിസ്റ്റം. എന്താണ് സോളാർ സിസ്റ്റം? നമ്മൾ കുറേ പ്ലാനറ്റ്സിനെ കേട്ടിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ സണ്ണ് കേട്ടിട്ടുള്ള കാര്യമാണ്. അതേപോലെ മൂണ്, എർത്ത്, ഇതുപോലെ ഒരുപാട് പ്ലാനറ്റ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ പറയുന്ന സണ്ണിന് ചുറ്റും ജസ്റ്റ് സങ്കല്പിക്കുന്നത് നമ്മുടെ സണ്ണ്. ഈ സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രത്യേകം ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഒരു റൂട്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പ്ലാനറ്റ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം ഇത് ഈ സണ്ണിന് ചുറ്റും ഒരുപാട് പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു പ്ലാനറ്റ് ആണ് ഇത് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്ലാനറ്റ് ആയിട്ടുള്ള എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പ്ലാനറ്റ്സ് ദെയർ ഓൺ ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് പറയുന്ന ആ ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സോളാർ സിസ്റ്റം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സ് ഒക്കെ ഈ ഒരു എന്ത് പറയുന്നത്? അതിന് പ്രത്യേകം നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മളെ ഡേ ലൈറ്റ് അല്ലെങ്കിൽ അതേപോലെ ഇയർ, മന്ത് ഇതൊക്കെ മാറി മാറി വരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ കാലം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് എന്തിൽ നിന്ന്? ഈ സോളാർ സിസ്റ്റം ഇതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഇത് മനസ്സിലാക്കി വെക്കുക. സണ്ണിന് ചുറ്റും അല്ലെങ്കിൽ സോ മെനി പ്ലാനറ്റ്സ് അറൌണ്ട് ദ എയർ ഓൺ ആണല്ലോ. ജസ്റ്റ് പറഞ്ഞാൽ പോലെ
അപ്പൊ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. നമ്മുടെ സണ്ണിന് ചുറ്റും സോ മെനി പ്ലാനറ്റ്സ് അവരുടേതായിട്ടുള്ള ആ ഒരു ഓർബിറ്റിൽ, അവരുടേതായിട്ടുള്ള ആ ഒരു പാത്തിൽ റൗണ്ട് ചെയ്യുന്നതിന്, ആ ഒരു ഓർബിറ്റിൽ അവരുടെ വഴിയിൽ സഞ്ചരിക്കുന്ന റൊട്ടേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്ലാനറ്റ് ആണ് നമ്മളൊക്കെ ആയിട്ടുള്ള, നമ്മളുടെ പ്ലാനറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എർത്ത് അഥവാ ഭൂമി എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, എന്താണ് നമ്മളുടെ ഈ ഒരു എർത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അതായത് എർത്തിന് സ്വയം, നമ്മുടെ എർത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്ന, ഇത് എർത്ത് ആണെന്ന് വിചാരിക്കാം. ഈ എർത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വേറെ ഒരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ ഒരു അനദർ സാറ്റലൈറ്റ് ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, മൂൺ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഭയങ്കര വിശേഷിപ്പിക്കുന്ന മൂൺ എന്ന് പറയുന്നത്, സോറി മൂൺ. ഈ മൂൺ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ ഒരേ ഒരു എന്താ പറയുക നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. നമ്മുടെ എർത്തിനാകെ കൂടെ ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റേ ഉള്ളൂ, അത് ഏതാണ്, മൂണാണ്. ഈ മൂണിന് നമുക്ക് തരുന്ന നിലാവ് അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ മൂണിന്റെ സ്വയം ലൈറ്റ് ആണോ, അല്ല. മൂണിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ദേ ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ടു ലൈറ്റ്. അതിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് സ്വയം ഇല്ല. പക്ഷെ അവർ എന്താ ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുക ചെയ്യുന്നത്. ഈ സണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലൈറ്റ് തരുന്നുണ്ട്. ഡേ ടൈമിൽ നമുക്ക് ലൈറ്റ് കിട്ടുന്നത് എവിടുന്ന, ഈ സൺലൈറ്റ് വഴിയാണ്. അപ്പൊ ഈ സൺലൈറ്റ് എന്ത് ചെയ്യും, നൈറ്റ് ടൈം ആവുന്ന സമയത്ത് ഈ സണ്ണിന്റെ ലൈറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൂണിൽ തട്ടിയിട്ട് അത് മൂന്ന് വീണ്ടും നമ്മളുടെ ഭൂമിയിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്നത് നിലാവ് അല്ലെങ്കിൽ മൂൺ ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഓർത്ത് വെക്കാം, മൂണിന് എന്ത് ചെയ്യാനുള്ള കഴിവില്ല, സ്വയം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അതെന്താ ചെയ്യുന്നത്, പകരം സണ്ണിന്റെ ലൈറ്റിനെ അത് റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും, സണ്ണിന് ചുറ്റും പ്ലാനറ്റുകൾ. ഇപ്പോൾ ബേസിക്കലി നമുക്കുള്ള 8 പ്ലാനറ്റുകൾ ഉണ്ട്. ഈ 8 പ്ലാനറ്റുകളും അവരുടേതായിട്ടുള്ള ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ് നമ്മളുടെ പ്ലാനറ്റ് ആയിട്ടുള്ള എർത്ത് എന്ന് പറയുന്നത്. എർത്തിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എർത്തിന് എന്തുണ്ട്, ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണുള്ളത്, അതാണ് എന്തെന്ന് പറയുന്നത്, മൂണും. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സിമ്പിൾ മെഷീൻസ്. നമ്മൾ ഇതിന്റെ ഏർലി ടോപ്പിക്സിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. സയൻസ് നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, മോർ ഈസിയർ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോർ കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് എന്ത് പറയുന്നത്, നമ്മൾ അതിൽ പറഞ്ഞു മെക്കാനിക്സ് അല്ലെങ്കിൽ മെഷീനറീസ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ ഈസി ആക്കുന്നത് അല്ലെങ്കിൽ ലൈഫ് സ്മൂത്ത് ആക്കുന്നത്. അതിന്റെ ഒരു അഡ്വാൻസ് ഫോർമാറ്റ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പം ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു വെഹിക്കിൾ, നമ്മൾ സൈക്കിളിൽ ടയർ ഇല്ലാതെ ആ സൈക്കിൾ ഓടിക്കാൻ പറ്റും, ഇല്ല. അല്ലെങ്കിൽ നമ്മൾ കാറ്, ബൈക്ക്, അതിലൊക്കെ ടയർ ഇല്ലാതെ നമ്മൾ ആ ഒരു ബൈക്ക് അല്ലെങ്കിൽ ആ ഒരു വെഹിക്കിൾ ഓടിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. അതെ, എത്രത്തോളം ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് അല്ലെ, എത്രത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളുടെ അല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരുന്നത്, നമ്മളെല്ലാവരും വീട്ടിൽ കിണറുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഈ കിണറിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് ഈ കപ്പി കയറ് അതൊന്നും ഇല്ലാതെ ജസ്റ്റ് നമ്മളിങ്ങനെ താഴ്ന്ന് മുക്കി കോരുന്ന ആ ഒരു സിനാരിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. അതൊക്കെ ഭയങ്കര ഈസി ആണോ, അല്ല. നമ്മൾ ചില സിനിമകളിൽ മാത്രമേ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ. ഇപ്പം എല്ലായിടത്തും നമ്മൾ എന്താ സ്വിച്ച് ഇട്ടാൽ വെള്ളം കിട്ടുന്ന സെറ്റപ്പ് വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വെള്ളം കോരുന്നതൊക്കെ ഒരുപാട് ഫാർ അവേ ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പം ഇതൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ സ്മൂത്ത് ആക്കുന്നത്, ഇപ്പൊ വെള്ളം കോരുന്നത് ഈസിയർ ആക്കുന്നത്, അല്ലെങ്കിൽ വണ്ടി മുന്നിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കുറച്ചും കൂടി സ്മൂത്ത് ആവുന്നതൊക്കെ എന്താണ്, ഇങ്ങനത്തെ സിമ്പിൾ മെഷീനറീസ് ഉള്ളതാണ്. അങ്ങനെ നമ്മളെ ലൈഫ് ഈസി ആക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിൾ മെഷീനറീസിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡെയിലി ലൈഫ് സ്മൂത്ത് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്, പുള്ളീസ്. കേട്ടിട്ടുണ്ടോ പുള്ളീസ് എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ നമ്മൾ എല്ലാവരുടെ വീട്ടിലും കിണറുണ്ടാവുമല്ലോ, അതിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം കോരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഈ ബക്കറ്റും കയറും മാത്രം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ ഹാൻഡ് ബൈ ഹാൻഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ? ചില സിനിമകളിലൊക്കെ, പഴയ സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഒരു പുള്ളി എന്ന് പറയുന്ന ഒരു സിമ്പിൾ മെഷീൻ ഉണ്ട്. അതിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു കയറൊക്കെ വെച്ച് ഇതിന് താഴെ ഒരു കുഞ്ഞു ബക്കറ്റൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യും, ഇതിൽ നമ്മൾ വെള്ളം കോരി എടുക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ കിണറിലോട്ട് ഇത് താഴ്ത്തിയിട്ട് അതിലുള്ള വാട്ടർ കളക്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം ഈ ഒരു പുള്ളി എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. പകരം നമ്മൾ ഈ ഒരു പുള്ളി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എന്തായിരിക്കും, സ്മൂത്ത് ആയിരിക്കും. അതുപോലുള്ള ഒരു രണ്ടാമത്തെ സിമ്പിൾ മെഷീനാണ് എന്ത്, വീൽ എന്ന് പറയുന്നത്. എന്താണ് വീൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ആ ഒരു ചില കേസുകൾ നമ്മളൊന്ന് ആലോചിക്കുക. വലിയൊരു വുഡൻ പീസ് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ബൈ ഹാൻഡ് ആയിട്ട് ഉരുട്ടി കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൈ വെച്ച് പൊക്കി കൊണ്ടുപോകുന്ന സമയത്ത് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇല്ല. പകരം എന്ത് ചെയ്യാം, നമുക്കൊരു വീല് താഴെ വെച്ച് അതിന് മുകളിൽ ഒരു സർഫസ് ഉണ്ട്, ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് അതിന്റെ മേലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു പണി എളുപ്പമാക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ വലിയൊരു വുഡിന്റെ പീസ് കൊണ്ടുപോകണം, നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡ് ത്രൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ മേലെ ഒരു സർഫസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് താഴെ നമ്മളൊരു വീലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് നമുക്ക് എന്ത് ചെയ്യാം,
ഇങ്ങനെ ജസ്റ്റ് ഉരുട്ടി കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് എത്ര വെയിറ്റ് ആണെങ്കിലും നമുക്ക് അത് ലിഫ്റ്റ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അനദർ സിമ്പിൾ മെഷീൻ ആണ് എന്ന് പറയുന്നത് വീൽ എന്ന് പറയുന്നത്. സോ ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ്. അപ്പൊ നമുക്കറിയാൻ പറ്റും ഇന്നത്തെ നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്. ഓരോ കാര്യങ്ങളും സയൻസ് ഇൻവെന്റ് ചെയ്ത് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പുതിയ ഓരോ കാര്യങ്ങളും ഡിസ്കവർ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ചുറ്റുപാടിലുള്ള ന്യൂസസ്, ഡെയിലി നമ്മൾ കാണുന്ന ന്യൂസസ് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക പൊല്യൂഷന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഗ്ലോബൽ വാർമിംഗ്, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്താണ് അതിന്റെ റീസൺ, എന്തുകൊണ്ട് അത് ഹാപ്പൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഡീപ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന ഓരോ കാര്യങ്ങളും ഡിസ്കവർ ചെയ്ത് കൊണ്ടുവരുന്നത് എന്താണ് സയൻസിന്റെ ഒരു കീ പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കാം, വളരെ റീസെന്റ് ആയിട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മൾ ഈ പറയുന്നത് എന്താണ് നമ്മുടെ ഓസോണിനെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ. അപ്പൊ എന്താണ് ഓസോണിന്റെ ആ ഒരു ലെയർ നഷ്ടപ്പെട്ടു, ഓസോൺ ലെയറിന് ഹോൾസ് വീണു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ന്യൂസുകളാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്ത് പറയുന്നുണ്ട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിന്റെ റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഓസോൺ ഹോൾസ് വലുതാവുന്നത്, അത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുള്ള റീസൺസ് എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ യൂണിവേഴ്സിനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് എന്താണ് നമ്മുടെ സയൻസ് ആണ്. അത് സയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. പോട്ടെ, നമ്മളിപ്പം എത്തി നിൽക്കുന്നത് നമ്മൾ ചന്ദ്രനിൽ വരെ എത്തി. റീസെന്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂസ് ആണ് നമ്മുടെ ഗഗൻയാൻ, അതായത് ഹ്യൂമൻസിനെ നമ്മൾ ചന്ദ്രനിൽ സ്പേസിൽ കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പ്. അതിലുള്ള ആളുകൾ വരെ തയ്യാറായി. അതൊക്കെ സയൻസിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള എന്തെന്ന് പറയുന്ന ഡിസ്കവറീസ് ആണ്. എങ്ങനെയാണ് ഇപ്പൊ അതിനുള്ള ആൾക്കാർ സെലക്ട് ആയത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെ അത് ഇതാക്കാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഡീമെറിറ്റ്സ്, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഡിസ്കവർ ചെയ്യും, സയൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡിസ്കവർ ചെയ്യും. ഇപ്പൊ മെഷീൻസിന്റെ കാര്യങ്ങൾ ഇൻവെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വരെയുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഓരോ മെഷീനറീസ് വരെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും കുക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഫുഡ് വേണമെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പോകണം എന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പുറത്ത് അബ്രോഡോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ്, ഈ യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ വേൾഡിന്റെ ഏത് കോണിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആളെ കാണാൻ തോന്നണം എന്നുണ്ടാകുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആദ്യ കാലത്തുള്ള പോലെ ഇയേഴ്സോ മന്ത്സോ ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വിത്തിൻ സെക്കൻഡ്സ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമോഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരോട് കൺവേ ചെയ്യാൻ പറ്റും. അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് നമ്മുടെ സയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സയൻസ് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന സയൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻവെൻഷൻസും ഡിസ്കവറീസും ആണ് അതിനെ എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്.